ഇനി രാജിക്ക് വേണ്ടിയുള്ള മുഹൂർത്തവും സമയവുമാണ് ഇവർ കുറിക്കാൻ കാത്തിരിക്കുന്നത് എങ്കിൽ ഇതുവരെയും എഴുതി തന്ന പരാതികൾ ഇല്ലാത്തത് കൊണ്ട് നടപടികൾ ഇനി കടക്കില്ല എന്നുള്ളതിൻ്റെ ഒരു പഴുത് സ്വയം സൃഷ്ടിക്കാനാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ ആ പഴുത് അവർ എത്ര കാലം കേരള പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് വിലപേശി നേടുമെന്ന് നമ്മൾക്ക് പരിശോധിക്കേണ്ടി തന്നെ വരും. കാരണം ഒരു എഴുതപ്പെട്ട പരാതിയും ഇല്ലാതെ തന്നെ ഈ മാന്യദേഹം കാട്ടിക്കൂട്ടിയ വൈകൃതങ്ങളെ ഇന്ന് കേരള പൊതുസമൂഹം ചർച്ച ചെയ്യുകയാണ്. മൂക്കത്ത് വിരൽ വെക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ പ്രയോഗം. പകരം ഇതിൻ്റെ മെൻ്റൽ ട്രോമ അനുഭവിക്കേണ്ടി വന്ന സഹോദരിമാർ, അവർക്ക് നേരിടേണ്ടി വന്ന മാനസിക ആഘാതങ്ങൾ, ഒരുപക്ഷെ സംഘടനാ പ്രവർത്തനം വരെ നിർത്തിപ്പോകേണ്ടി വന്ന യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരികളുടെയും കഥകൾ ഇന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ പരസ്യമായി പറയുകയാണ്. സ്വന്തം മകളോട് ശാരീരികമായി അപമര്യാദയായി പെരുമാറിയ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഈ MLA കുറച്ചുകൂടി സദാചാരപരമായി പെരുമാറണമെന്നൊരു മുൻ MP ആയിട്ടുള്ള ശ്രീ TN പ്രതാപൻ വന്ന് തുറന്നു പറയേണ്ടുന്ന അവസ്ഥ ഈ പാർട്ടിയുടെ ഒരു കോൺഗ്രസിൻ്റെ അകത്തെ ഒരു ശല്യത്തെ പൊതുസമൂഹത്തിന്റെ ശല്യമാക്കി വളർത്തിയെടുത്തവർ ആരൊക്കെയാണോ, പൊതുസമൂഹത്തിന്റെ ശല്യമാകാൻ വേണ്ടി അദ്ദേഹത്തിന് MLA സീറ്റിലേക്ക് ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഒക്കെ ഉയർത്തിയവരാരാണോ അവർ കൂട്ടുത്തരവാദികളാണ്. അവർക്ക് ഈ ക്രൈമിൽ നിന്ന് അവരെ അബ്സോൾവ് ചെയ്യാൻ പറ്റില്ല. അവരുടെ കൈകളിലും ഇതിൻ്റെ രക്തക്കറയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരാളിൽ അവസാനിക്കുന്നതല്ല. പകരം അധികാരത്തിന് വേണ്ടി ഏതു വഴികളും സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഒരുപക്ഷെ നൈതികതയില്ലാതെ രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ അപജയത്തിന് കേരളത്തിൽ ഒരുപക്ഷെ തിരുത്തലിനുള്ള ഏതെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അതിനുള്ള അവസരം കൂടിയാണിത്. പക്ഷെ ആ തിരുത്തൽ വരുമ്പോൾ ആ ഒരാളിലേക്ക് മാത്രം അത് ചുരുക്കി വീരപരിവേഷം നേടി കോൺഗ്രസ് എന്തോ വലിയ മാതൃക കാണിച്ചു എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ ഗതികേടിനെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു നയസമീപനത്തിലേക്കൊക്കെ ഇനി നാളെയോ മറ്റന്നാളോ വീണു പോകുമ്പോൾ കേരളം ചോദിക്കും, എന്ത് മാതൃകയാണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന്. ഏത് തരത്തിലാണ് നിങ്ങൾ ഇതിനെ മറച്ചു പിടിച്ചിട്ട് ഇപ്പോൾ പൊതുസമൂഹം അറിഞ്ഞപ്പോൾ മാത്രമാണ് ഇത് പരാതിയായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നുള്ളൂ എന്നുള്ളതിന്റെ നിങ്ങളുടെ ആ ഒളിച്ചുകളിയെല്ലാം സാധാരണക്കാരായ ജനങ്ങൾ, എന്തിനേറെ പറയുന്നു കോൺഗ്രസ് പ്രവർത്തകർ, പാലക്കാട്ടെ വോട്ടർമാരൊക്കെ ചോദ്യം ചെയ്തു തുടങ്ങും എന്നുള്ള അപകടകരമായ സാഹചര്യത്തിലാണ് ഇനിയിപ്പോൾ രാജി എന്ന് പറയുന്ന നാടകത്തിലേക്ക് കടക്കുന്നത്. ഇത് ഒരു രാജിയിലല്ല, മിനിമം 3 രാജികളിലേക്കെങ്കിലും ഇത് കടക്കും. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം എങ്ങനെയാണ് അദ്ദേഹം ഉറപ്പിച്ചെടുത്തത് എന്നും ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകുന്നത് എന്നും കോൺഗ്രസ്സുകാരാൽ തന്നെ ചോദ്യം ചെയ്യപ്പെടും. മുന്നണിക്കുള്ളിൽ അതിന്റെ ചർച്ചകൾ വരും. അതിൽ നിന്ന് രാജിവെച്ചൊഴിയേണ്ടി വരും. ഇതിന്റെ വലിയ ഉത്തരവാദിത്വത്തിലേക്ക് എങ്ങനെയാണോ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള രീതിയിലേക്ക് ഷാഫി പറമ്പിലിന് ഒരു സ്ഥാനക്കയറ്റം കിട്ടിയത്, ആ സ്ഥാനക്കയറ്റത്തെ കോൺഗ്രസ് പ്രവർത്തകർ ചോദ്യം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് വരും. ഇവിടെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലേക്ക് ഒരു ക്രൈമിലേക്ക് പോയ ആ ഒരാളെ ശിക്ഷിക്കുമ്പോൾ അയാളുടെ കുറ്റത്തിനെ ശിക്ഷിക്കുന്നതിനോടൊപ്പം അതിലെ കൂട്ടുപ്രതികളായിട്ടുള്ളവർ തങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട പദവി, അത് ഷാഫി പറമ്പിൽ മുൻപ് MLAയും ഇപ്പോൾ MP ആയിരുന്നപ്പോൾ ഏതൊക്കെ തരത്തിലാണ് അതിനുവേണ്ടി ഒത്താശ ചെയ്തത്, പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ 4.5 വർഷക്കാലമായി എങ്ങനെയൊക്കെയാണ് ഒത്താശ ചെയ്തത് എന്നുള്ളതിന്റെ കഥകളും കൂടി പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന വഴി ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ശബ്ദരേഖയായും ടെക്സ്റ്റ് മെസ്സേജായും കൈപ്പറ്റിയ പരാതികളായിട്ടും ഒക്കെ തെളിവോടുകൂടി പുറത്തു വരും. ശരി ഡോക്ടർ സരീൻ, ഞാൻ വരാം.